ചവിട്ടി വിട്ടേക്കണേ ചേട്ടാ, ഇല്ലെങ്കിൽ എനിക്ക് ട്രെയിൻ മിസ്സാവെന്ന് പറഞ്ഞാണ് ഞാൻ ഊബറിൽ കയറിയേക്കുന്നത്. രവീണയും അൻവറും എന്നെ മാറി മാറി രാവിലെ തൊട്ട് വിളിക്കുന്നുണ്ട്. കാരണം ഞാൻ ഉറങ്ങിപ്പോയി, എണീറ്റാലല്ലേ പോകാൻ പറ്റും. കുളിക്കാനൊന്നും സമയമില്ല, നീ വരുന്ന വഴിക്ക് പല്ല് തേച്ചോണ്ട് വന്നാൽ മതി എന്നാണ് രവീണ എന്നോട് പറഞ്ഞത്. എന്തായാലും കറക്റ്റ് ആയിട്ട് എത്തി, ട്രെയിനൊക്കെ കിട്ടി. നമ്മളിത് കൊല്ലത്തേക്ക് പോവാണ്. അവിടെ ചെന്ന് ഇറങ്ങി നേരെ ഓട്ടോ പിടിച്ച് നമ്മൾ ഗിഫ്റ്റ് വാങ്ങാൻ പോയേക്കുവാണ് കേട്ടോ. കാരണം കല്യാണി ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്, നമ്മൾ സർപ്രൈസ് ആയിട്ട് ആളുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോവാണ്. അപ്പൊ എല്ലാവരുടെയും ഗിഫ്റ്റ്സും മുറിക്കാനുള്ള കേക്കും ഒക്കെ ആയിട്ട് നമ്മളിത് വീട്ടിലേക്ക് കയറി ചെല്ലാൻ പോവാണ്. ആൾക്ക് ഒരു ഐഡിയ ഇല്ലാട്ടോ നമ്മളിന്ന് വരും. സൗണ്ട് കേൾക്കാതിരിക്കാനായിട്ട് നമ്മൾ ദൂരെ വെച്ച് തന്നെ ഓട്ടോ ചേട്ടനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ പതിയെ ഗേറ്റ് ഒക്കെ തുറന്ന് അകത്തേക്ക് നമ്മൾ ബെല്ലടിച്ചിട്ട് സൈഡിലേക്ക് മാറി നിൽക്കുമായിരുന്നേ. പക്ഷെ അപ്പുക്കുട്ടൻ ജനലിൽ കൂടെ നോക്കിയിട്ട് അമ്മയെ നെറിഞ്ചേച്ചി രവീണ ചേച്ചി അൻവർ ചേട്ടൻ അവൻ വളരെ കൂളായിട്ടോട്ട് പറഞ്ഞു. ഇവൻ അറിഞ്ഞ ഞങ്ങൾ വരുന്ന കാര്യം. എന്നാലും കല്യാണി ചേച്ചി നമ്മളെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കണ്ടപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ബർത്ത്ഡേ ആയിട്ട് പുറത്ത് വന്നിരിക്കുന്ന സമയത്താട്ടോ നമ്മൾ ചെന്നത്. ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് കിളി വീണ് കഴിഞ്ഞ പിന്നെ എടി നാളെ പോടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ 3:30 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. 4 മണി കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇറങ്ങണം. ആകെ അരമണിക്കൂർ സമയം ഉണ്ടായിരുന്നു. കല്യാണി ചേച്ചിനെ ഹാപ്പി ആക്കണം, സർപ്രൈസ് ആക്കണം എന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നത്. കാരണം ചേച്ചിയാണ് എല്ലാവരുടെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പിൽ ഉണ്ടാവുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് ഉണ്ടായിരുന്ന ചോറും അച്ചാറും പിന്നെ കുറച്ച് മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ലാവിഷായിട്ട് ഫുഡ് കഴിച്ചു. ആളെന്തായാലും ഭയങ്കര ഹാപ്പി ആയി. ഇപ്പൊ 4 മണി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. വിചാരിച്ച പോലെ തന്നെ എല്ലാം അടിപൊളിയായി. പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.